അന്ന് രാവിലെ ഏഷ്യാനെറ്റിൽ നിന്ന് സുരേഷ് എന്നെ വിളിച്ചു. ഇങ്ങനൊരു സംഭവം നടന്നത് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അപ്പോഴത്തന്നെ ഞാൻ കർണാടക ട്രാൻസ്പോർട്ട് മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, റവന്യൂ സെക്രട്ടറിയും അതുപോലെ ജില്ലാ കളക്ടറെയും ബന്ധപ്പെട്ടു. അവിടെ നിന്നാണ് അവരൊരു തുടക്കം കുറിച്ചത്. പക്ഷെ എന്നാലും വളരെ വൈകിയാണെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടിയല്ലോ എന്നുള്ളൊരു സംഭവമുണ്ട്. വളരെ നമുക്ക് ഒന്ന് കാണാൻ പറ്റി എന്നുള്ളത് അത്രയേ ഉള്ളൂ. അത് പ്രകൃതിയുടെ ഒരു പ്രശ്നമുണ്ട്, കാലാവസ്ഥയുടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പം തന്നെ അവിടെ ഈ ദൂരെ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവന്ന ബാർജെല്ലാം വന്നപ്പോഴാണ് ശരിയായത്. സാധാരണ അന്നന്ന് ഇതൊരു കണ്ടീഷനിൽ ആർക്കും മുങ്ങിയെടുക്കാനൊന്നും കഴിയില്ല. കാരണം നമ്മളിപ്പോൾ എടുത്തപ്പോൾ അറിയാമല്ലോ എന്താണ് കോംപ്ലിക്കേഷൻ. ലോറിയുടെ ഷേപ്പ് തന്നെ മാറിപ്പോയി. വളരെ ബുദ്ധിമുട്ടിനാണല്ലോ കിട്ടിയത്. എന്നാലും അത്രയും കർണാടക സർക്കാർ ചെയ്തതിൽ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ MP-മാരും MLA-മാരും മന്ത്രിമാരും എല്ലാവരും വലിയ സമ്മർദ്ദം ചെലുത്തി അത് കണ്ടെത്താൻ നമുക്കൊരു മാനസികമായൊരു ആശ്വാസം. മരിച്ചുപോയെങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന് വരാൻ പറ്റില്ല, എന്താണ് സംഭവിച്ചതെന്ന് അറിയാതിരിക്കുന്നൊരവസ്ഥ വളരെ അപകടമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിന് ഒരു തിരച്ചിൽ വൈകിയാണെങ്കിലും തുടങ്ങി വീണ്ടും അത് കണ്ടെത്തി എന്നുള്ളതിൽ നമ്മൾ കർണാടക സർക്കാരിനോട് നന്ദി പറയുന്നു. സമാനതകളില്ലാത്തൊരു കാത്തിരിപ്പ്, അതിനൊരു തിരിച്ചു കൊണ്ടുവരലൊക്കെ അല്ലേ? അതെ, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അർജുൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. തിരിച്ചു വരണം, ജീവനോടെ തിരിച്ചു വരണം എന്നായിരുന്നു എല്ലാവരും ആഗ്രഹിച്ചത്. ഒരു പോസിബിലിറ്റി ഒന്നും ഇല്ലെന്ന് തോന്നിയാൽ പോലും പിന്നീട് നമ്മൾ അവസാനത്തെ തിരച്ചിലും ജീവനോടെ തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയായിരുന്നു. GPS അവസാനം നിന്ന സ്ഥലത്താണ് GPS ആണ്, വണ്ടി കിടക്കുന്നിടന്നല്ല. ആ സിഗ്നൽ കിട്ടിയെന്ന് പറയുന്നത് വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് ഒഴുകിപ്പോയത്. അവിടെയാണ് നിർത്തി ഉറങ്ങിയിരുന്നത്. അതുകൊണ്ടാണ് ആ GPS മാർക്ക് കിട്ടിയത്. ഞാനത് കഴിഞ്ഞിട്ട് കമ്പനിക്കാരോട് സംസാരിക്കുന്നത്. അപ്പോൾ അവരും പറഞ്ഞ് ലാസ്റ്റ് കിടന്ന പൊസിഷനാണ്, വെള്ളത്തിനടിയിൽ പോയ പിന്നെ വർക്ക് ചെയ്യില്ല. അല്ല, കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വണ്ടിയായിരുന്നെങ്കിൽ നമുക്ക് അന്ന് തന്നെ ട്രേസ് ചെയ്യാൻ പറ്റും. കർണാടക സർക്കാരിൽ അവിടെ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസും തരത്തില്ല. പിന്നെ അവർ തന്നു എന്നുള്ള ഒടുവിൽ ചോദിച്ചപ്പോഴത്തേക്കും. തീർച്ചയായിട്ടും ഈ നാടും ജനങ്ങളും എല്ലാവരും കുടുംബത്തോടൊപ്പം ഉണ്ട്. അവരൊരു ആശ്വസിപ്പിക്കാൻ നോക്കും. പക്ഷെ അവരെ ഞാൻ കാണുന്നത് വെച്ചാൽ അവരൊരു ധീരതയുടെ 74 ദിവസവും നേരിട്ടു എന്നുള്ളതാണ്. ധീരതയുടെ ഈ 74 ദിവസവും അവർ പിടിച്ചു നിന്നു. അർജുൻ്റെ വൈഫും സിസ്റ്ററും എല്ലാം അതിനൊരു പ്രായോഗികതയോടെ അതിനുവേണ്ടി പോരാടിയതിൽ വളരെ കേരളത്തിലെ മാധ്യമങ്ങൾ അതിനുവേണ്ടി വലിയൊരു പോരാട്ടം നടത്തി. ഒരു സാധാരണ പാവപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത്ര വലിയൊരു പോരാട്ടം ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ മാധ്യമരംഗത്തും ജനങ്ങളുടെ ഭാഗത്തും ഇത്രയും വലിയൊരു പ്രാർത്ഥനയും ഒരു മുൻകൈയും ഉണ്ടായത് ആദ്യമായിട്ടായിരിക്കും. അല്ല, PG രാവിലെ എന്നെ വിളിച്ച ഉടൻ തന്നെ ഞാൻ ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ ബന്ധപ്പെടുകയും എല്ലാവരുമായിട്ടും മിനിസ്റ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ പറ്റിയെന്നുള്ളതാണ്.